ഹോളിയളപ്പനെ സംഭവം പിടിച്ചിട്ടില്ലേട്ടാ. വയസ്സാവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും ടൈമില്ലല്ലോ. നമ്മളെന്തായാലും അപ്പാപ്പന്റെ കൂടെയാടി. അവസാന കാലത്ത് അപ്പാപ്പനെ നോക്കിയെന്നും പറഞ്ഞ് തറവാട് വീട് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇളപ്പന്. അത് ഞാൻ സമ്മതിക്കില്ല. ഇതിപ്പോ അടുത്ത മാസം അമ്മാമ്മയുടെ കൂടെ അപ്പാപ്പൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകും. അപ്പൊ വീട് ഭാഗം വെക്കണ്ടേ. എന്റെ കർത്താവേ, തൃശ്ശൂര് മാത്രം ജീവിച്ചാ പോരെ, ലോകം മുഴുവൻ കാണണമെന്ന് പറഞ്ഞ അപ്പാപ്പനെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചത് ഇതിനായിരുന്നല്ലേ? പിന്നല്ലാണ്ട്. നിന്നെ കെട്ടി പോലത്തെ അബദ്ധം ഇനി ഞാൻ ചെയ്യില്ലേട്ടാ. പണി പാൽവെള്ളത്തിലാ. ഡേ നീ വേഗം റെഡി ആയിക്കോ. പിന്നെ ഞാൻ ഓഫീസിൽ വിടാം. പിന്നെ വണ്ടിയാണെന്ന് എടുക്കൂട്ടോ. ഫാക്ടറിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാവേ. ഡേ നീ ആ ബ്ലൂ കുർത്തിട്ടോ. അതാവുമ്പോ നിനക്ക് നന്നായിട്ട് ചേരും. ഹായ്, ഞാൻ പറഞ്ഞില്ലേ നന്നാവുന്ന്. ഗംഭീരായിട്ടുണ്ടേ. അതെ, നിന്നെ ഞാൻ വന്ന് വൈകുന്നേരം പിക്ക് ചെയ്താലോ? വരുവോ? പിന്നെന്താ, വരൂലോ. കളർ വെച്ചിട്ടുണ്ടാ നീ? അതെ, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5000 മണീസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നതാ ജോയ് ഇത്? വാടക കൊടുക്കാൻ വെച്ചിരുന്ന പൈസ അത്. കോട്ടയത്തുനിന്ന് വന്നിട്ട് ഇത്ര നാളായി, ഇപ്പോഴും എന്നതാ ജോയ് ചെയ്ത്. തമാശ കള ജോയ്. നിക്ക്, ഈ വാടക 1-ാം തീയതി കൊടുത്താ പോരെ? അതിനു മുമ്പ് തിരിച്ചു തരാന്ന്. നോക്കിയേ, ഫാക്ടറിയിൽ കൂലി കൊടുത്തിട്ടില്ലേ. അപ്പൊ ഇതിനായിരുന്നു ഈ കള്ള സ്നേഹം അല്ലേ? ദേ, എന്റെ സ്നേഹത്തിന് മാത്രം നീ ചോദ്യം ചെയ്യരുതിട്ടാ. നമ്മള് ഇന്നോവേറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ബിഗിനിങ് സ്റ്റേജിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമുക്കൊരു ടഫ് പീരീഡ് ആണ്. ബട്ട് വൺ ഡേ വരും. നീ നോക്കിക്കോ മോളെ, നമ്മുടെ പുണ്യാളൻ അഗർബത്തീസ് ക്ലിക്ക് ആവും. ഇത് ഞാൻ കൊറേ ആയി കേട്ടു തുടങ്ങിയിട്ട്. ബാങ്കിൽ നിന്ന് കുര്യൻ സാർ വിളിച്ചിരുന്നു ഇന്നലെ. ജോയ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അയാൾ ആള് ശരിയല്ലടി. 4 വട്ടത്തെ EMI മുടങ്ങിയെന്നും പറഞ്ഞ് 40 വട്ടം വിളിക്കും. വൃത്തിയാട്ടവൻ. മനുഷ്യരെ കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടൊക്കെ വേണ്ടേ? നീയൊക്കെ തരണ പോലെ. സാറിനെ ചെന്നൊന്ന് കണ്ടേക്ക്. അപ്സെറ്റ് ആയിട്ടാ വിളിച്ചിരുന്നേ. സാറിന് റിസ്ക് തന്ന ലോണല്ലേ? കണ്ണാടി വീട് ജോയ്, എനിക്ക് പോവാൻ ലേറ്റ് ആയി. ഇതൊക്കെയല്ലേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാസായിട്ടാ. അപ്പാപ്പന്റെ കെട്ടൊക്കെ കഴിഞ്ഞ? അതൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു. ജോയിയുടെ ചന്ദനത്തിന് സംഭവം കൊള്ളാട്ടാ. നല്ല മണം. കത്തിച്ചവന് ഒറ്റ കൊതുവില്ല. അതാണ് നമ്മളെ അമ്മാതിരി ടെക്നോളജി അല്ലേ പിടക്കണ ശാന്തേച്ചിയെ. എന്നാ ഒരു 5-6 പാക്കറ്റ് കൂടെ കൊണ്ടാ ജോയെ, വീട്ടുകാർക്കൊക്കെ കൊടുക്കാലോ. അയ്യോ, കുറച്ച് ദിവസത്തെ ഡിലേ വരൂട്ടാ. കാരണം റോ മെറ്റീരിയലിന് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. ദേവസായിട്ടുള്ള കേസ് തീർന്നിട്ടില്ലല്ലോ. ശരി എന്നാ പിന്നെ വൈകിട്ട് കാണാട്ടാ. കാണാപ്പോ. എന്താ ഈ റോ മെറ്റീരിയൽസ്? ചാവണല്ലോ കൊല്ല്. പണിക്കാർ കിട്ടില്ല. മൊലാളി മോനെ, ഇത്തിരി നീങ്ങൊന്ന് പൊക്കോട്ടെ. ഞാൻ ജോലി ബുദ്ധിമുട്ടാവണ്ടാ. ആനപ്പെണ്ണം കിട്ടാണ് ഞങ്ങൾ എന്ത് പണിയാനാ? ഈ 2 മിക്കവാറും ഞാൻ കൊല്ലൂടാ. ശമ്പളം ചോദിക്കാൻ ഒരു മടിയില്ലേ? ശരിയാ. എവിടെ തിന്നിട്ടാണെങ്കിലും സാധനം ഒപ്പിക്കണം. അതേറ്റു. നീ ചാവിങ്ങടുത്തേ. അമ്മയുടെ രാവിലെ 500 രൂപ വാങ്ങി പെട്രോൾ അടിച്ചാ. ഒല്ലൂർ ഇന്ന് പെണ്ണ് കാണാൻ ജോയേട്ടനും വരാന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അത് ഉച്ചക്കല്ലേ? എടാ, നമ്മുടെ ആനുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അവിടെ ചുരുട്ടിക്കുട്ടി വെച്ചേക്ക. പരമേശ്വരൻ, കുട്ടുപനായര്. ഇയാളൊന്നും ചത്തില്ലാവോ? ഇതെന്തൊട്ട് തേങ്ങയുടേത്? തൃശ്ശൂരിൽ നിന്ന് ഒരൊറ്റ പുതിയ ആനമലയാളിമാർ ജനിക്കണല്ലേ. ഇനി മറ്റുള്ള അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പെട കിട്ടും. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. മാഷ്ക്കും ടീച്ചർക്കും ഇപ്പോഴും നിന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ടാ തോന്നണേ. ജോയേട്ടാ, 16 കൊല്ലം കാത്തിരുന്നുണ്ടായ പൊൻകുഞ്ഞ ഞാൻ. അതേ തൊട്ട് കളിക്കണ്ട. പൊൻകുഞ്ഞ് വണ്ടിക്ക് കയറ്, വെയിലടിച്ച കരിങ്കുഞ്ഞാവും. ഞാൻ എടുക്കണോ ജോയേട്ടാ? ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ ഒരു വെയിറ്റ് ഉണ്ടാവും. അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലടാ. നമ്മുടെ നടൻ മമ്മൂട്ടി ചുള്ളൻ, പുള്ളി വരെ സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവർ പിണ്ടിട്ട പോലെ അടുത്തിരിക്കും. നീ കേറിയേ ഉണ്ണിയാളാ. വണ്ടി ബാക്ക് എടുത്ത് വിറ്റാളെ കൊന്നാലോടാ. ഒരു ദരിദ്രവാസി മുതലാളി വന്നിരിക്കുന്നു. നീ ഇങ്ങോട്ട് വായോ. പണിയൊന്നുമില്ലാണ്ട് വെറുതെ ഇരിക്കാനേ. ഇത് നിയമസഭയൊന്നുമല്ലല്ലോ. ഇനി വേറെ സ്ഥലത്ത് ചെന്നാ പണിയെടുക്കേണ്ടി വരുവോ?